നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ +2 എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയിൽ പലരും നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള ഏജന്റുമാരൊക്കെ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഏത് കോളേജിൽ ചേരണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഈ ഒരു സമയത്ത് നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കേരളത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓരോ വർഷത്തെയും +2 റിസൾട്ടിൻ്റെ ബേസിസിൽ മാത്രമാണ് നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം കട്ട് ഓഫ് മാർക്കുകൾ ഇറങ്ങി 89% മാർക്കിലേക്ക് കട്ട് ഓഫ് മാർക്കുകൾ, അതായത് ഏറ്റവും അവസാനം കയറിയ കുട്ടിയുടെ മാർക്കാണ് സൂചിപ്പിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് വരെ ഇറങ്ങി വന്നിരുന്നു, അതായത് 2025 അഡ്മിഷൻ്റെ സമയത്ത്. പക്ഷേ 2024 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 94% കട്ട് ഓഫ് മാർക്കുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏകദേശം 90% മുകളിലേക്കുള്ള ഒരു മാർക്ക് കിട്ടിയാൽ മാത്രമാണ് സേഫായിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കോളേജിൽ അഡ്മിഷൻസ് ലഭിക്കുകയുള്ളൂ. എങ്കിലും +2 റിസൾട്ട് വന്നാലേ ഉള്ളൂ ആധികാരികമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ +1 ഏകദേശം ഒരു 90% ആ ഒരു റേഞ്ചിൽ പെർഫോം ചെയ്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ +2 ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ അതിനേക്കാൾ 1-2% കൂടുതലായിട്ട് വരാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90% മുകളിലേക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്കാണ് കേരളത്തിൽ ഒരു നല്ല പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേയെങ്കിൽ നിങ്ങൾ 70-75% അങ്ങനെ ഒരു ആവറേജ് സ്കോറാണ് +1 കിട്ടിയേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ബി തയ്യാറാക്കി വെക്കുക. കാരണം കേരളത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉചിതമായിട്ട് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിരവധി പേരൻസും കുട്ടികളും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് അത്യാവശ്യം നല്ല മാർക്കുണ്ട് അല്ലെങ്കിൽ 90% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ആകുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആയിരിക്കും, നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് അതിന് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഗൈഡൻസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ ഏകദേശം 18 വർഷമായിട്ട് നഴ്സിംഗ് കോളേജിൽ കേരളത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. നിരവധിയായിട്ടുള്ള ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ നിരവധിയായിട്ടുള്ള ഗൈഡൻസ് ഈ ഒരു മെമ്പേഴ്സിന് ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അഥവാ നമുക്ക് മാർക്ക് കുറച്ച് കുറവാണ്, ഡൗട്ടാണ്, 90% മാർക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം, സാധ്യത കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ബി, അതായത് കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളിലേക്ക് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എൻട്രൻസ് എക്സാംസ് ഇല്ല. നമുക്ക് നേരത്തെ തന്നെ സീറ്റ് അഡ്വാൻസ് ആയിട്ട് റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഓരോ കോളേജുകളും ഓരോ ഫീച്ചേഴ്സിലും ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കോളേജുകളെക്കുറിച്ച് വ്യക്തമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മളൊരു ക്യാമ്പസ് വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ കോയമ്പത്തൂർ, സേലം, ഈറോഡ് അങ്ങനെയുള്ള ഏരിയയിലുള്ള ഏതാനും ചില കോളേജുകൾ, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കോളേജുകൾ മാത്രമാണ് ഈ ഒരു ക്യാമ്പസ് വിസിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പസ് വിസിറ്റിന് നേതൃത്വം നൽകുന്നത് ഞാൻ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു നഴ്സിംഗ് ടീം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ്, ഓരോ കോളേജുകളുടെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ കോളേജിലും എത്രത്തോളം നിങ്ങൾക്ക് സ്കോളർഷിപ്സ് ലഭിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ ആ ഒരു ക്യാമ്പസ് വിസിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ തന്നെ കർണാടകയിലേക്കും നിരവധി കുട്ടികൾ അഡ്മിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കർണാടകയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം KCET എക്സാംസ് ആണ്. അപ്പോൾ നിങ്ങളൊരു മികച്ച രീതിയിലുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾ KCET അഥവാ KE നടത്തുന്ന CET എൻട്രൻസ് എക്സാം നിർബന്ധമായിട്ടും എഴുതുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. എന്നാൽ മാത്രമേ സെൻറ് ജോൺസ് പോലെയുള്ള ടോപ്പ് ലെവൽ ആയിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ വർഷവും നമ്മൾ KCETയുടെ എൻട്രൻസ് ഗൈഡൻസ് ബാച്ച് ഉണ്ടായിരുന്നു. ഏകദേശം 80ഓളം കുട്ടികളായിരുന്നു ആ ഒരു ഗൈഡൻസ് ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 21 കുട്ടികൾക്കോളം സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻസ് ലഭിച്ചു എന്നുള്ളതാണ് അഭിമാനത്തോടെ ഒരു കാര്യം പറയാനുള്ളത്. കാരണം ഏകദേശം 90 കുട്ടികൾ മാത്രമാണ് സെൻറ് ജോൺസിൽ കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 20ഓളം കുട്ടികൾ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ആയിരുന്നു.
അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള മികച്ച കോളേജുകളിൽ തന്നെയാണ് അഡ്മിഷൻസ് ലഭിച്ചിരിക്കുന്നത്. അഥവാ നിങ്ങൾ KCET എൻട്രൻസ് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗൈഡൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ നിരവധി കുട്ടികൾ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, അവർ ഈ എക്സാമിൻ്റെ ഒക്കെ തിരക്കിലായതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ്റെ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കോളേജ് അഡ്മിഷൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർണാടകയിലേക്കാണെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ മിക്കവാറും വരുന്ന മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ 20% സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുകളാണ്. അതായത് KCET എൻട്രൻസ് ഇല്ലാതെ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അങ്ങനെയുള്ള കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻട്രൻസ് എക്സാം എഴുതാതെ തന്നെ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കർണാടകയിലും ഈ പറയുന്നതിൽ ക്യാമ്പസ് വിസിറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കോളേജുകൾ കണക്ട് ചെയ്തിട്ട് കർണാടകയിൽ ബാംഗ്ലൂരോ മൈസൂർ അങ്ങനെയുള്ള പല ഭാഗങ്ങളിലേക്കും നമ്മൾ ക്യാമ്പസ് വിസിറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കർണാടകയിലെ മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ തന്നെ ഒരു 80-90% കോളേജുകളിലും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവുന്ന ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കോളേജുകളാണ്. അങ്ങനെയുള്ള കോളേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ മാത്രം സെലക്ട് ഉണ്ടാവുന്ന ഒരു ക്യാമ്പസ് വിസിറ്റ് ആയിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമ്പസ് വിസിറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് അത് ഫിൽ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഓവറോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കർണാടകയുടെ CET എൻട്രൻസ് എക്സാം വഴി ആ ഒരു രീതിയിലാണ് നിങ്ങൾ അഡ്മിഷൻസ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CET എൻട്രൻസ് എക്സാമിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അഥവാ നിങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ നിങ്ങൾ അഡ്മിഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്യാമ്പസ് വിസിറ്റുകൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗൂഗിൾ ഫോം ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നഴ്സിംഗ് മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും മോസ്റ്റ് അഫോർഡബിൾ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. കേരളത്തിന് പുറത്തേക്കുള്ള മിക്ക കോളേജുകളിലേക്ക് നമ്മൾ അഡ്മിഷൻസ് നേടുമ്പോൾ നിരവധി സ്കോളർഷിപ്പുകളോടുകൂടി തന്നെ, അതായത് ഫീസ് ഡിഡക്ഷനോടുകൂടി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ഗൈഡൻസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ ഞാൻ ഉൾപ്പെടെ ഉണ്ടാവുന്ന വലിയൊരു ടീമിൻ്റെ നേതൃത്വത്തിലായിരിക്കും നടത്തപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കുന്ന എക്സ്പേർട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൈറ്റ് ചോയ്സിൽ തന്നെ നിങ്ങൾക്ക് കോളേജിൽ ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.